ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 4ാമത്തെ ക്ലാസ്സിൽ അവസാനം പഠിപ്പിച്ച് നിർത്തിച്ച ടോപ്പിക് എന്ന് പറയുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻസ് ആണ്. അതായത് ഡയഗണൽ വേരിയേഷൻസ് ഉണ്ട്, ഇയർലി വേരിയേഷൻസ് ഉണ്ട്. അവിടെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടേം എന്ന് പറയുന്നത്, അപ്പോൾ 1,00,000 വർഷം കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് വിൽ ഹാപ്പൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ എർത്ത്. സയൻറ്റിസ്റ്റുകളുടെ ഗഹനമായുള്ള പഠനത്തിന് ശേഷം അവർ പറഞ്ഞിരിക്കുന്നത് 1,00,000 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള നോർത്ത് പോള് സൗത്ത് പോളായിട്ടും സൗത്ത് പോള് നോർത്ത് പോളായിട്ടും മാറും എന്നാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഡൈനാമോ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ടേം പറഞ്ഞിരുന്നു. ദ മാഗ്നറ്റിസം ഓഫ് ദ എർത്ത് ഈസ് ഡ്യൂ ടു മൂവ്മെന്റ് ഓഫ് മോൾട്ടൺ മാഗ്മ ഇൻസൈഡ് ദ ഔട്ടർ കോർ ഓഫ് ദ എർത്ത്. ആ ഡയറക്ഷൻ ഓഫ് മോഷൻ 1,00,000 വർഷം കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യും എന്നാണ് പഠനം കാണിക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സോളിനോഡിലൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നോർത്ത് പോൾ എന്നുള്ളത് സൗത്ത് ആയിട്ടും സൗത്ത് പോൾ നോർത്ത് ആയിട്ടും മാറും. പിന്നെ നമ്മൾ പറഞ്ഞൊരു ടേം ഒന്ന് സോളാർ വിൻഡ് എന്ന് പറഞ്ഞ ടേമാണ്. ഇറ്റ് ഈസ് എ സ്ട്രീം ഓഫ് ഹോട്ട് അയോൺസ് ആണ് ത്രോൺ ഔട്ട് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്. അത് എല്ലാ ഡയറക്ഷനോട് സഞ്ചരിച്ച് സംടൈംസ് അത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ സ്ട്രൈക്ക് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇക്വേറ്റർ റീജിയനിൽ അത് വന്ന് സ്ട്രൈക്ക് ചെയ്തില്ലെങ്കിലും പോൾസിൽ ഡയറക്റ്റായിട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇല്ലൂമിനേഷൻസിന് നമ്മൾ വിളിക്കുന്ന ഒറോറ എന്നാണ്. അപ്പോൾ നോർത്തേൺ സ്പിയറിൽ ഉണ്ടാവുന്ന ഇല്ലൂമിനേഷൻസിന് നമ്മൾ വിളിക്കുന്ന ഒരു ഒറോറ ബോറിയാലിസിസ് എന്നാണ്. സൗത്തേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാകുന്ന ഇല്ലൂമിനേഷൻസിന് ഒറോറ ഓസ്ട്രാലിസസ് എന്നാണ് പറയുന്നത്. ഇനി എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പിന്നെ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകുന്ന, അതായത് വാട്ട് വിൽ ബി ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡ്യൂ ടു എർത്ത് അറ്റ് ഓസ്ട്രേലിയ. ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് സൗത്തേൺ, ഇത് നോർത്താണ്. ഓസ്ട്രേലിയ നിൽക്കുന്നത് ഈ ഒരു റീജിയനിലാണ്, നിയർ ദി സൗത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഈ സൗത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്ത് പോളാണ് ഇരിക്കുന്നത്. എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്ത് പോളാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മാഗ്നറ്റിക് ലൈൻസ് ആർ കമ്മിങ് ഔട്ട് ഓഫ് ദി നോർത്ത് പോൾ. അപ്പോൾ ഓസ്ട്രേലിയയിലെ മാഗ്നറ്റിക് ലൈൻസിൻ്റെ ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഔട്ട് ഓഫ് ദി എർത്ത് ആണ്. ഇനി നമ്മൾ ഈ ഹെഡിങ്ങിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഇപ്പം മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മാറ്ററിനെ നമുക്ക് എങ്ങനെയൊക്കെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വെച്ച് ക്ലാസിഫൈ ചെയ്യാം, എങ്ങനെ വസ്തുക്കളെ മാഗ്നറ്റൈസ് ചെയ്യാം എന്ന കാര്യങ്ങളാണ് ഈ ഒരു പിന്നെ വിഭാഗത്തിൽ വരുന്നത്. അതിൽ നമുക്ക് കുറച്ച് ടേംസിനൊന്ന് പരിചയപ്പെട്ടേക്കാം. സം ഇമ്പോർട്ടൻ്റ് ടേംസ് കണക്റ്റഡ് വിത്ത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. അതിൽ ഫസ്റ്റ് ടേം എന്നുള്ളത് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഒരു വസ്തുവിനെ എങ്ങനെ മാഗ്നറ്റ് ആക്കാം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒരു സോളിനോയിഡ് കൺസ്ട്രക്ട് ചെയ്യുക. ആ സോളിനോയിഡിൻ്റെ നമുക്കിത് കാണാൻ പറ്റും. സോളിനോയിഡ് എന്ന് പറയുന്നത് കോയിൽ വൈൻഡ് ഇൻ ദ ഫോം ഓഫ് ഹെലിക്സ് ആണ്. ഇതിനകത്ത് ആ വസ്തുവിനെ വെക്കുക, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുക. കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നതാണ്. B = μ0 Ni. ആ μ0 Ni വിളിക്കുന്ന പേരാണ് H. അതായത് H = Ni. ഈ ടേമിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റി. അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ എക്സ്റ്റേണൽ ഫീൽഡ് ടു മാഗ്നറ്റൈസ് എ സ്പെസിമെൻ. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ എക്സ്റ്റേണൽ ഫീൽഡ് ടു മാഗ്നറ്റൈസ് എ സ്പെസിമെൻ. ഇപ്പൊ H എങ്ങനെയൊക്കെ നമുക്ക് കൂട്ടാം? ഒന്നെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് കൂട്ടാം, അല്ലെങ്കിൽ കറണ്ട് കൂട്ടാം. ഇനി ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. യൂണിറ്റ് എന്താന്ന് നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ പെർ മീറ്റർ ആണ് എൻ്റെ യൂണിറ്റ്. കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ.
അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയേക്കാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ എക്സ്റ്റേണൽ ഫീൽഡ് ടു മാഗ്നറ്റൈസ് എ ഗിവൺ സ്പെസിമെൻ. ഒരു വസ്തുവിനെ മാഗ്നറ്റ് ആക്കാനായിട്ട് സോളിനോയിഡ് കൺസ്ട്രക്ട് ചെയ്യുക, അതിനകത്ത് ഈ സ്പെസിമെൻ വെക്കുക, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുക, ആ സ്പെസിമെൻ മാഗ്നറ്റ് ആയിട്ട് മാറും. ആ മാഗ്നറ്റിസം അല്ലെങ്കിൽ അതിന്റെ ഈ എക്സ്റ്റേണൽ ഫീൽഡിന്റെ എബിലിറ്റി to strengthen to give magnetic property to this matter is measured by the term magnetizing field intensity and the symbol എന്നുള്ളത് H ആണ്. ഇനി വസ്തു എന്തായിട്ട് മാറി? മാഗ്നറ്റ് ആയിട്ട് മാറി. അപ്പോൾ അടുത്ത ടേം എന്താണെന്ന് നോക്കുക. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അതിന്റെ സിമ്പൽ I ആണ്. അപ്പോൾ വസ്തു എന്തായിട്ട് മാറി എന്നാണ് നമ്മൾ പറഞ്ഞത്? ഇറ്റ് ബിക്കം എ മാഗ്നറ്റ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഡൈപോൾസ് ഉണ്ടാവും. അപ്പോൾ ഡൈപോൾസ് ഉണ്ടെങ്കിൽ ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി ടോട്ടൽ ഡൈപോൾ മൂവ്മെന്റ് ഇൻ എ യൂണിറ്റ് വോളിയം, അല്ലെങ്കിൽ ഡൈപോൾ മൂവ്മെന്റ് പെർ യൂണിറ്റ് വോളിയത്തെ വിളിക്കുന്ന പേരാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. നമുക്ക് ഇങ്ങനെ എഴുതാം, I is equal to M divided by V. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഇതിന്റെ യൂണിറ്റ് ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ് വോളിയത്തിന്റെ. അപ്പൊ നമുക്ക് എന്ത് വരും? ആംപിയർ പെർ മീറ്റർ. ഏതിന്റെ പോലെ തന്നെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ യൂണിറ്റ് ഏതുപോലെ തന്നെ വരും. അതായത് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ അതേ യൂണിറ്റ് തന്നെ വരും. നെക്സ്റ്റ് ടേം എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ടേം എന്നുള്ളത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. മാഗ്നറ്റിക് ഇതിന്റെ സിമ്പല് കൈ എന്നാണ്. ഇത് നിങ്ങൾക്ക് ക്ലാസ് ടേബിളിൽ കാണാൻ പറ്റും. ഇതിന്റെ സിമ്പല് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ കൈ എന്നാണ്, CHI. ഇപ്പൊ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ടേം സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയേക്കാം. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി അതിന്റെ ഡെഫിനേഷൻ, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ദ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇന്റൻസിറ്റി. So what is the definition? It is a ratio of intensity of magnetization to the magnetizing field intensity. അതിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ നോ യൂണിറ്റ്. നെക്സ്റ്റ് ടേം, ഫോർത്ത് ടേം എന്താണെന്ന് നോക്കാം. മാഗ്നറ്റിക് പെർമിയബിലിറ്റി. അപ്പൊ അത് നമ്മൾ നേരത്തെ തന്നെ ആദ്യത്തെ ഒരു സെക്ഷനിൽ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ മീഡിയം ടു പെർമിറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ടു പാസ് ത്രൂ ഇറ്റ്. സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ മീഡിയം ടു അലോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ടു പാസ് ത്രൂ ഇറ്റ്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ mu is equal to B divided by H ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ന്യൂട്ടൺ പെർ ആംപിയർ സ്ക്വയർ. അത് ഓർത്തിരുന്നാൽ മതി. ഇതൊന്നും നമുക്ക് വേണ്ട, നിങ്ങൾക്ക് ഓർത്തിരുന്നാൽ മതി. ന്യൂട്ടൺ പെർ ആംപിയർ സ്ക്വയർ. ഇനി ഫിഫ്ത്ത് ടേം എന്താണെന്ന് നോക്കാം. റിലേറ്റീവ് പെർമിയബിലിറ്റി. അതിന്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇപ്പൊ റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇപ്പൊ 5 ടേം ആയി. നമുക്ക് ഇനി 6th ടേം എന്താണെന്ന് നോക്കാം. ഇപ്പൊ റിലേഷൻ ബിറ്റ്വീൻ mu r chi ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു വസ്തുവിനെ എങ്ങനെ നമുക്ക് മാഗ്നറ്റ് ആയിട്ട് മാറ്റാം? ഒരു സോളിനോയിഡ് കൺസ്ട്രക്ട് ചെയ്യുക,
അതിനകത്ത് ഈ സ്പെസിമെൻ എന്തിനാണോ നമ്മൾ മാഗ്നറ്റ് ആക്കേണ്ടത് ആ സ്പെസിമെൻ കൊണ്ട് വെക്കുക, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുക. അപ്പോൾ ആ വസ്തു മാഗ്നറ്റ് ആയിട്ട് മാറി. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ B is equal to, ആ സ്പെസിമെൻ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നായിരുന്നു μ0 ഇൻറ്റു H. ആ സ്പെസിമെൻ കൂടെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് μ0 ഇൻറ്റു I. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് μ0H നമുക്ക് വെളിയിലോട്ട് എടുക്കാം. അപ്പോൾ 1 പ്ലസ് I/K എന്ന് എഴുതാം, I/H എന്ന് എഴുതാം. അപ്പോൾ B ഡിവൈഡഡ് ബൈ H is equal to μ0 into 1 plus ഇതിന്റെ ടേം K ആണ്. What is B by μH? നമ്മൾ നേരത്തെ എഴുതി mu. അപ്പോൾ mu is equal to μ0 into 1 plus K. അല്ലെങ്കിൽ mu by μ0 is equal to 1 plus K, or mu R is equal to 1 plus K. This is the relation between mu R and K. ഒന്ന് മനസ്സിലാക്കി പോയേക്കാം. If you want to make a specimen magnet, first you construct a solenoid, then put that specimen inside that solenoid and pass current through it. Then total magnetic induction inside the specimen B is equal to μ0H plus μ0 into I. ഈ μ0H നമുക്ക് വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ 1 plus I/H എഴുതാം, or B/H is equal to μ0 into 1 plus K. അപ്പോൾ നമുക്ക് ഈ ഫോർമുല ഇങ്ങനെ കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ടേംസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി തന്നെ പഠിക്കുക. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. Materials based on their magnetic properties. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് വസ്തുക്കളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. So based on magnetic property, materials are classified into 3. മൈക്കൽ ഫാരഡേ ആണ് ആദ്യമായിട്ട് വസ്തുക്കളെ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കൊടുത്തത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്നാണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്നത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. Based on the magnetic properties, Michael Faraday classified substances into 3. One is called diamagnetic material, second is called paramagnetic, third is called ferromagnetic material. ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയെന്ന് നോക്കാം. എന്താണ് ഡയാമാഗ്നറ്റിക് എന്ന് നോക്കാം. ഇപ്പൊ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് which has no dipole moment, but in the absence of external field. But ഡയാമാഗ്നറ്റിക്കിന്റെ അകത്ത് ഒരു ഡൈപോളും ഉണ്ടാകത്തില്ല, ഡൈപോൾ മൂവ്മെന്റും ഉണ്ടാകത്തില്ല. But when you place this material in an external magnetic field, an induced dipole moment is produced in the material in the opposite direction of external field. In the absence of external magnetic field, there is no dipole and dipole moment in the diamagnetic material. But when you place this material in an external field, an induced dipole is created and dipole moment is produced in the material in the opposite direction of the external field. അത് ക്ലിയർ ആയല്ലോ. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒന്ന് ബിസ്മിത്ത്.
ബിസ്മിത്ത് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്, പലവട്ടമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ബിസ്മിത്ത് ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. കോപ്പർ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. ലെഡ് ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. സിങ്ക് ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഗോൾഡ് ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. മെർക്കുറി ഒരു ഡയാമാഗ്നറ്റിക് മെറ്റാലിക് ലിക്വിഡ് ആണ്. പിന്നെ സിലിക്കോൺ. ഇതിൽ ഏതെങ്കിലും എക്സാമ്പിൾ നിങ്ങൾക്ക് ചോദിക്കാം. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എക്സാമ്പിൾ ചോദിക്കാം. ബിസ്മിത്ത് ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. കോപ്പർ, ലെഡ്, സിങ്ക്, ഗോൾഡ്, മെർക്കുറി, സിലിക്കോൺ ഇതൊക്കെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയെന്ന് നോക്കാം. അതില് ഒന്നാമത്തെ പ്രോപ്പർട്ടി, when you put a diamagnetic material, ഇപ്പൊ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ഉണ്ടെന്നിരിക്കട്ടെ, ഇതിനകത്ത് കോയിൽ വെച്ചിരിക്കുകയാണ്. ആ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പൊ when you pass current through this coils, it produces a polarity, a north and south polarity. North ആണെന്ന് വിചാരിക്കുക, സൗത്ത് മീൻസ് എന്തായിട്ട് മാറി? മാഗ്നറ്റ് ആയിട്ട് മാറി. സോ വാട്ട് ഹാപ്പൻ ടു ദിസ് റോഡ് ഈസ് ദാറ്റ് ഇറ്റ് അലൈൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിൽ നിന്ന് മാറി, ഈ അലൈൻമെന്റിൽ നിന്ന് മാറി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് കിടക്കും. When you freely suspend a diamagnetic material in the direction of the magnetic field, it will change its direction and aligned perpendicular to the direction of the magnetic field. അത് ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. When you place the diamagnetic material in a non-uniform magnetic field, യൂണിഫോം അല്ല, നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇറ്റ് ഗോസ് ഫ്രം ഹയർ ഫീൽഡ് ടു വീക്കർ ഫീൽഡ്. മീൻസ് എവിടെ നിന്ന് എങ്ങോട്ട് പോകും? ഹയർ ഫീൽഡിൽ നിന്ന് വീക്കർ ഫീൽഡിലോട്ട് മൂവ് ചെയ്യും. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഡയാമാഗ്നറ്റിസം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ഇപ്പൊ ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ടെമ്പറേച്ചറുമായിട്ട് യാതൊരുവിധ റിലേഷനും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ടെമ്പറേച്ചർ മാറിയാലും ഇത് ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി മാറത്തില്ല. ഇനി ഫോർത്ത് പ്രോപ്പർട്ടി, when you നേരത്തെ ഒരു ടേം എഴുതി mu r is equal to 1 plus chi. ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലില് mu r less than 1 ആണ്. In the case of diamagnetic material, mu r is less than 1. So what about chi? Chi is small and negative. So chi is small and negative. In fifth property, the graphical relation between chi and temperature. നമുക്കറിയാം chi നെഗറ്റീവ് ആണെന്നറിയാം, ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണെന്നറിയാം. അപ്പൊ നമുക്ക് അത് നെഗറ്റീവില് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണിക്കാം. നെഗറ്റീവില് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണിക്കാം. ഇപ്പൊ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഇനി when you put a diamagnetic material in a watch glass, ഇപ്പൊ വാട്ടർ ഒക്കെ ഡയാമാഗ്നറ്റിക് ബിഹേവിയറാണ് കാണിക്കുന്നത്. ഇപ്പൊ വാച്ച് ഗ്ലാസ്സില് നമ്മൾ മെർക്കുറിയോ വാട്ടറോ എടുത്തിട്ട് when you apply a strong field under that watch glass, you can see that it tries to move away from the strong field. അപ്പോൾ വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്തിട്ട് അതിനടിയിൽ കൊണ്ട് സ്ട്രോങ് ഫീൽഡ് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബിഹേവിയർ കാണാൻ പറ്റും. മൂവ്സ് അവേ ഫ്രം ദ സ്ട്രോങ് ഫീൽഡ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് മൂവ്സ് ഫ്രം എവിടെ നിന്നോട്ടാണ്? സ്ട്രോങ്ങർ ഫീൽഡിൽ നിന്ന് വീക്കർ ഫീൽഡിലോട്ട് നീങ്ങത്തുള്ളൂ. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പാരാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. Paramagnetic material. In the case of paramagnetic material, there is no net dipole moment. Dipoles ഉണ്ട്, പക്ഷെ net dipole moment അവിടെ 0 ആണ്. But when you place this material in an external field,
it attained a weak magnetic field in the direction of the external field. So, in the paramagnetic material, the material which attained a weak magnetic property in the same direction of the external field. അതിനെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കാം. When you suspend a paramagnetic material in a magnetic field, it aligns parallel to the direction of the magnetic field. It aligns parallel to the direction of the magnetic field. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി, when you allow a paramagnetic material to move in a magnetic field, non-uniform magnetic field, it moves from weaker field to stronger field. അപ്പോൾ മൂന്നാമത്തെ പ്രോപ്പർട്ടി ക്ലിയർ ആയല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്ത് പറയാം. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി, മൂന്നാമത്തെ പ്രോപ്പർട്ടി, പാരാമാഗ്നറ്റിസം ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആണ്. The susceptibility of a paramagnetic material is inversely proportional to the absolute temperature. അപ്പോൾ എന്താണ് susceptibility of a paramagnetic material is inversely proportional to the absolute temperature. ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ക്യൂറി ലോ എന്നാണ്. ക്യൂറി ലോ. What is Curie law? Paramagnetism depends on temperature. And the susceptibility of a paramagnetic material is inversely proportional to absolute temperature. This law is known as Curie law. ഇതാണ് ആ മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് mu r is equal to 1 plus chi എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. In the case of paramagnetic material, mu r lies between 1 and 10. 1നും 10നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ mu കൈയുടെ വാല്യൂ സ്മോൾ ആണ്, പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കത്തില്ല, സ്മോൾ ആൻഡ് പോസിറ്റീവ്. ഇനി ഗ്രാഫിക്കൽ വേരിയേഷൻ നമ്മൾ കൈയും ടെമ്പറേച്ചറായിട്ട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഗ്രാഫ് ഈ ഷേപ്പാണ്. അപ്പോൾ ഇതാണ് സ്മോൾ ആൻഡ് പോസിറ്റീവ്. ഇനി കൈ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ലോയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. When you put a paramagnetic material in a watch glass and apply a strong magnetic field, it concentrated in the strong magnetic field. It will concentrated in the strong magnetic field. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അലൂമിനിയം എഴുതാം, മാഗ്നീസ് എഴുതാം, ക്രോമിയം എഴുതാം, പ്ലാറ്റിനം എഴുതാം. ഇപ്പോൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ അലൂമിനിയം, മാഗ്നീസ്, ക്രോമിയം ആൻഡ് പ്ലാറ്റിനം എഴുതാം. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലാണ്. Ferromagnetic material. In the case of ferromagnetic material, there are so many dipoles interact each other in a specified direction. Such a region where magnetic dipoles are aligned in the same direction are called domain. There are so many domains in the ferromagnetic material. They are arranged in the closed shape, closed path, and net dipole moment in the specimen becomes zero. എപ്പോഴാണ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്. എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ലാത്ത ആ സമയത്ത് ഈ ഡൊമൈൻസ് എല്ലാം ക്ലോസ്ഡ് ചെയിനായിട്ട് അറേഞ്ച് ചെയ്ത് നെറ്റ് ഡൈപോൾ മൊമെന്റ് അവിടെ സീറോ ആയിരിക്കും. ഇപ്പൊ ഡൊമൈൻസ് എന്നാണ് there are so many dipoles in a ferromagnetic material which exchange energy between them and align these dipoles in a specified direction. Such a
small region in the ferromagnetic material is called domains. In the absence of external field, these domains arranged to form closed chain and net magnetic field in that specimen is 0. ഇത് ഏത് കേസിലാന്ന് പറയുന്ന external field absence. But when you apply external field, so what happens is that these closed chains, like these domains, are arranged in the same direction of the external field, and the specimen become a strong magnetic property or attain strong magnetic property. ആ ഒരു പ്രോപ്പർട്ടീനെ വിളിക്കുന്നവരാണ് ഫെറോമാഗ്നറ്റിസം. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ മെറ്റീരിയൽ വിച്ച് അറ്റൈൻ എ സ്ട്രോങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ എക്സ്റ്റേണൽ ഫീൽഡ് ദാറ്റ്സ് കോൾഡ് ഫെറോമാഗ്നറ്റിസം. അല്ലെങ്കിൽ അങ്ങനത്തെ ആ പ്രോപ്പർട്ടിയുള്ള മെറ്റീരിയൽ നമുക്ക് എന്ത് വിളിക്കാം? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് വിളിക്കാം. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കഷൻ നടത്താം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിപ്പോയേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സം ഇമ്പോർട്ടൻ്റ് ടേംസ് അത് 1 by 1 ആയിട്ട് ക്ലാസ് ടേബിളിൽ കൂടെ ഉണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി പോയേക്കുക. അതിനകത്ത് ഒന്നാമത്തെ ടേം എന്നുള്ളത് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇൻറ്റൻസിറ്റി, രണ്ടാമത്തെ ടേം എന്നത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, മൂന്നാമത്തെ ടേം എന്നത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി, then permeability, then relative permeability, relation connecting them. ഇനി മൈക്കൽ ഫാരഡേ ആണ് ആദ്യമായിട്ട് വസ്തുക്കൾ നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്തത് 3ആയിട്ട്. അത് ഡയാമാഗ്നറ്റിക് ഉണ്ട്, പാരാമാഗ്നറ്റിക് ഉണ്ട്, ഫെറോമാഗ്നറ്റിക് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി നിങ്ങൾ എഴുതി തന്നെ പഠിച്ചു പോയേക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.